எல்லாருக்கும் வணக்கம். அஜித்தோட குட் பேட் அகிலி பார்த்து வந்திருக்கு. படம் எப்படி இருக்குன்னா, படம் அத்விக் ரவிச்சந்திரன் എന്ന അജിത് ഫാനോടെ സൂപ്പർ പടം. അതായത് അജിത്ത് എന്ന് പറയുന്ന നമ്മുടെ ആക്ടർ, അജിത്തിന്റെ ഏറ്റവും വലിയ ഫാനാണ് അദ്വിക് രവിചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ. ഇയാളുടെ ഹീറോന്, അതായത് ഇയാളുടെ മാറ്റിനി ഐഡലിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അജിത്തിന്റെ ശരിക്കും പറഞ്ഞ ഫുൾ ഓൺ പടം. വിടാമുയർച്ച എന്ന് പറഞ്ഞ സിനിമയിൽ ഇല്ലാത്തത് എന്താണോ അത് മൊത്തത്തിൽ ഈ പടത്തിലുണ്ട്. അതായത് വിടാമുയർച്ചയിൽ മാസ് മൊമെന്റ്സ് കുറവായിരുന്നു, ഫസ്റ്റ് ഹാഫിൽ വളരെ കുറവായിരുന്നു, സെക്കൻഡ് ഹാഫിലാണ് പിന്നെയും വന്നത്. എന്നാൽ ഇത് വെച്ച് നോക്കുമ്പോൾ ഫുൾ 2.5 hours അല്ലെങ്കിൽ 2 മണിക്കൂർ 34 മിനിറ്റ് പടം അടി പിടി, പാട്ട്, ഡാൻസ്, കുത്ത്, മറ്റേ ബോംബ്, കാർ ചേസ്, അങ്ങനെ എല്ലാ സാധനം ഉള്ള ഒരു പടമാണ് നമ്മുടെ ഗുഡ് ബാഡ്. ഈ പടത്തിന്റെ മെറിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ മേക്കിംഗ് തന്നെയാണ് ഇതിന്റെ വലിയൊരു മെറിറ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമായിരിക്കില്ല. ഒരു ഫാൻ സർവീസ് ആണ് ബേസിക്കലി. നേരത്തെ പറഞ്ഞ പോലെ അദ്വിക് രവിചന്ദ്രൻ എന്ന് പറയുന്ന ഫാനിന്റെ ഒരു ട്രിബ്യൂട്ടാണ് സിനിമ. അതുകൊണ്ട് തന്നെ അജിത് ഫാൻസിന് ഒരു മാമാങ്കം അല്ലെങ്കിൽ ആഘോഷം അല്ലെങ്കിൽ ദിവാലി ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു കിടിലൻ പടമാണ് നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി. ഞാൻ കിടിലൻ പടം എന്ന് പറയുമ്പോൾ ആ ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് അതിന്റെ ഒരു ഏരിയയിലാണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് തിയേറ്റർ ഫുൾ ടൈം സൗണ്ടോട് സൗണ്ട്, ഇവിടുത്തെ സൗണ്ട് അവിടെ സൗണ്ട്, എല്ലായിടത്തും സൗണ്ട് വന്നിട്ട് ഒരു ഫുൾ എന്താ പറയുക, ഫുൾ ഓൺ എന്റർടൈൻമെന്റ്. മൊത്തത്തിൽ അജിത്ത് എന്ന് പറയുന്ന ആ ഒരു നടനെ എത്രത്തോളം പുകഴ്ത്താമോ അല്ലെങ്കിൽ എത്രത്തോളം ഫാൻഡം അങ്ങേരുടെ പീക്കിൽ എത്തിക്കാമോ അത്ര എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ ആൾക്കാർ കാണാനുള്ളൊരു മെയിൻ കാരണം. ഐ മീൻ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ അജിത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, സാധാരണ ഓഡിയൻസ് കാണില്ല എന്നല്ല, ബട്ട് സ്റ്റിൽ ഈ ആൾക്കാരെയാണ് കുറച്ചും കൂടി തൃപ്തിപ്പെടുത്തുന്നത്. ഒരു ഒരു നന്മയുള്ള സിനിമ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള സിനിമ അല്ല അതൊക്കെയാണ് കാണാൻ പോകുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് എന്ന രീതിയിലാണ് സിനിമയെ കാണുന്നത് എന്ന് ആണ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ദേ വിൽ ലൈക്ക് ഇറ്റ് ഫോർ ഷുവർ. അതായത് സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അജിത്ത് എന്ന AK എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിലൂടെ അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്ററാണ്. അപ്പോൾ ആ ഒരു ഗാങ്സ്റ്ററിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പല കാര്യങ്ങൾ ഇയാളുടെ ഭാര്യയായിട്ട് വരുന്ന ആളാണ് നമ്മുടെ തൃഷ ചെയ്യുന്ന കഥാപാത്രം ആയിട്ടുള്ള രമ്യ. അപ്പോൾ ഇവരുടെ മകനുണ്ട്. ഇവരുടെ മകനെ നമ്മുടെ അജിത്തിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ റെഡ് ഡ്രാഗൺ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആള് കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ടൈമിൽ ദേ ആർ മീറ്റിംഗ്. സ്പോയിലേഴ്സ് ആവും, അതുകൊണ്ടൊന്നും പറയുന്നില്ല ഇങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് ബോയ്, അതായത് ഇയാളുടെ മകൻ ഒരു ജയിലിലാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിന്ന് ഇയാളെ എങ്ങനെ രക്ഷിക്കും, അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു വില്ലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത് കുറേ പേരുണ്ട്, ജാക്കി ഷ്രോഫ് ഉണ്ട്. പക്ഷെ എന്നാലും മെയിൻ ആയിട്ടുള്ള വില്ലൻ അർജുൻ ദാസിന്റെ ഒരു കിടിലൻ പരിപാടി ഉള്ള ഒരു സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി. അപ്പോൾ അതിന്റെ കുറെ അർജുൻ ദാസിന് ഭയങ്കര സ്കോർ ചെയ്യാനുള്ള ഏരിയാസ് നന്നായിട്ടുണ്ട്. കൂടുതലൊരു സർപ്രൈസ് ക്യാരക്ടർ കൂടി സിനിമയിലുണ്ട്. അതുപോലെ പ്രിയ വാര്യർ, നമ്മുടെ മലയാളിയായിട്ടുള്ള പ്രിയ വാര്യറിന് കുറച്ചൊരു മീറ്റി റോൾ, ഒരു രസമുള്ളൊരു ക്യാരക്ടർ, മലയാളത്തിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സാധനം പുള്ളിക്കാരി ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഇൻഡസ്ട്രിയിൽ നല്ലൊരു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അജിത്തിന്റെ കൂടെ തൃഷയുണ്ട്. അജിത് തൃഷ കോമ്പിനേഷൻ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് അജിത്തിന്റെ പഴയ സിനിമകളുടെ പല പല റെഫറൻസുകൾ, പഴയ സിനിമയെ വരളാറു, ഗോഡ് ഫാദർ, പിന്നെ മുഖവരി, വാലി, ഇങ്ങനെ പല 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 സാധനങ്ങളുടെ റെഫറൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് സിമ്രൻ എന്ന് പറയുന്ന നമ്മുടെ പഴയകാല നടി, അതായത് ഇപ്പോഴും എന്താ പറയുക ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന ആ ഒരു അവരൊരു സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്. രസമുള്ള ഒരു അജിത്തിന്റെ കൂടെ തന്നെ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ റെഫറൻസും കാര്യങ്ങളും നമ്മുടെ ഡയറക്ടർ ഫുൾ റെഫറൻസിന്റെ ഒരു കളികളാണ് സിനിമയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ റെഫറൻസ്, ഇങ്ങോട്ട് തിരിഞ്ഞ റെഫറൻസ്, അപ്പം അങ്ങനത്തെ മൊത്തം പരിപാടികളൊക്കെയാണ് നമ്മുടെ ഈ സിനിമയിൽ ഉള്ളത്. ബേസിക്കലി ഫാൻ സർവീസ്, ഒരു കിഡിലൻ ട്രിബ്യൂട്ട് ടു മിസ്റ്റർ അജിത് കുമാർ. അതാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. പാട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം. കാരണം സിനിമ അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്, എന്റർടൈൻമെന്റ് സംഭവമാണ്, എല്ലാം ഉണ്ട്. GV പ്രകാശ് കുമാറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര സംഭവമാണ്. കഥയെക്കുറിച്ച് കുറേ പറയാൻ വരുന്നില്ല, കാരണം ലോജിക്കലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിൻസ് ഇറ്റ് ഇസ് എ കമേഴ്ഷ്യൽ തിങ് ആൻഡ് ദ മെയിൻ തിങ് ഈസ് മൂവി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു മേക്കിംഗ്
വൈസ് നമ്മുടെ മാർക്ക് ആന്റണി എടുത്തിട്ടുള്ള ആളാണ് അദ്വൈക് ദേവ്ചന്ദ്രൻ. അപ്പോൾ ആ ഒരു സാധനം ഫുൾ എല്ലാവരും പവർഫുൾ എനർജറ്റിക് ആണ്, പരിപാടികളൊക്കെ നന്നായിട്ട് ഒരു തിയേറ്ററിൽ ആൾ ഉണ്ട് എന്തായാലും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു എന്താ പറയുക പോസിറ്റീവ് കാര്യം. തിയേറ്ററിൽ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ മലയാളം റിലീസുകളൊക്കെ വന്നുകൊണ്ട് തിയേറ്റർ കുറവാണെങ്കിലും ഇപ്പോൾ കുറച്ച് തിയേറ്റേഴ്സിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു എൻ്റർടൈനർ, പക്ക എൻ്റർടൈനർ ആണ് നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി. സോ യാ, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്.